ഹിദായത്ത് ജാഫറാണ്. ഒരു വിഷമം പറയാൻ വേണ്ടിയിട്ട് വന്നിട്ട് ഏകദേശം 1 മാസം ആവുമെന്ന് തോന്നുന്നു. ഏറ്റവും അവസാനം ചെയ്തതിനകത്തും ഒരുപാട് സഹായങ്ങളൊക്കെ പ്രത്യേകിച്ച് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ളവർ ഈ വീഡിയോ കണ്ടവരൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് അവർക്കും ഒരുപാട് സന്തോഷങ്ങളുണ്ടായി. 1 മാസത്തിന് ശേഷം ഞാനിവിടെ മറ്റൊരു വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ പാങ്ങോട് ഗ്രാമപഞ്ചായത്തിൻ്റെയും നമ്മുടെ കൊല്ലം ജില്ലയിലെ ചിതറ ഗ്രാമപഞ്ചായത്തിൻ്റെയൊക്കെ അടുത്ത് കുശവൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. രാവിലെ എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ പഠിച്ച പൃഥ്വിഷ് എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞതിന് അത്യാവശ്യമായിട്ട് വരണം ഹിദായത്തെ എന്ന് പറഞ്ഞു. അപ്പോഴേ ഞാൻ എഞ്ചിനീയർ ജഹാഷിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ജഹാഷ് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഇത്തരം പ്രവർത്തനങ്ങൾക്കൊക്കെ ഇപ്പോൾ എപ്പോഴും ഇത്തരം കൂടെ നിൽക്കാറുള്ള ഒരു വ്യക്തിയാണ് പ്രിയപ്പെട്ട സുനി പി. അദ്ദേഹം പനവൂര് ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള സംഭവങ്ങൾക്കപ്പുറം വളരെ വ്യക്തിപരമായിട്ട് എന്നോട് പോലുള്ള ഇത്തരം പ്രവർത്തനങ്ങൾക്കൊക്കെ എപ്പോഴും കടന്നു വരണേ. അദ്ദേഹത്തിനെ വിളിച്ചപ്പോഴത്തേക്കും തന്നെ വളരെ തിരക്കുകൾക്കിടയിൽ വന്നു. താങ്ക്സ് എന്നാ. ഇത് റംലാത്തയെക്കുറിച്ച് പറയുകയാണെങ്കിൽ റംലാത്തക്ക് ആരുമില്ല. ഇപ്പോഴും മനസ്സ് നിറയെ വിഷമമായിട്ട് ഇങ്ങനെ ചിരിച്ച് ചെറിയ ഈറനോടുകൂടി കണ്ണുമായിട്ട് ഇങ്ങനെ നിൽക്കും. ഈ മനസ്സ് നിറച്ച് വിഷമങ്ങളാണ്. ഇത്താക്ക് 2 കിഡ്നിയും ഫെയിലുവറാണ്. നജുമ എന്ന് പറയുന്ന ഒരു കൂട്ടുകാരിയാണ്. ഇവർ 10 മക്കളായിരുന്നു. 10 മക്കളിൽ 3 പേര് മരിച്ചുപോയി, 7 പേരുണ്ട്. അവർക്കൊന്നും സഹായിക്കാൻ വേണ്ടിയിട്ട് പറ്റാതെ, അടുത്തൊക്കെ ഉണ്ട് എങ്കിലും സഹായിക്കാൻ വേണ്ടിയിട്ടൊന്നും പറ്റുന്ന രീതിയിലുള്ള സാമ്പത്തികമോ ശാരീരികമായിട്ടുള്ള അവസ്ഥയൊന്നുമല്ല. പക്ഷേ സഹായിച്ചത് കൂടെ എപ്പോഴും ഉള്ളത് പാൽ പുഞ്ചിരിയുമായിട്ട് നല്ല മനസ്സുമായിട്ട് ഈ കൂട്ടുകാരിക്ക് വേണ്ടി ഡയാലിസിസിന് ഇന്നും ഡയാലിസിസ് ഉണ്ടായിരുന്നല്ലേ. ഇപ്പോൾ ആഴ്ചയിൽ 3 ദിവസം ഡയാലിസിസിന് വേണ്ടിയിട്ട് ഇങ്ങനെ പോവുകയാണ്. ഹസ്ബൻഡ് ഉണ്ടായിരുന്നത്. ഹസ്ബൻഡിന് കുഞ്ഞുങ്ങളുണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ മഹാൻ പോയി വേറെ കല്യാണമൊക്കെ കഴിച്ച് അടുത്ത് തന്നെയല്ല. അതിലൊന്നും ഈ താത്താക്ക് ഒരു പരിഭവം ഇല്ല എന്നുള്ളത്. 6 വർഷത്തോളമായി കിഡ്നിക്ക് പ്രശ്നമാണെന്ന് അറിഞ്ഞിട്ട്. പക്ഷേ അന്നും മരുന്നെല്ലാം കഴിച്ചും കൊണ്ടിരുന്ന് ഹസ്ബൻഡ് കൂടെ ഉള്ളപ്പോൾ പിന്നെ കുറച്ചാൾ ഒന്നിനും പറ്റാത്തൊരു സാഹചര്യമൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് മക്കളില്ലാത്തൊരു കാരണം കൊണ്ട് ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോയി. ഒന്നുമില്ലാന്ന് പറഞ്ഞ് സന്തോഷത്തോടുകൂടി തൊഴിലുറപ്പിനായാലും അല്ലാതെയൊക്കെ പോയി ഒക്കെ. അപ്പോഴും എൻ്റെ ഈ കൂട്ടുകാരി എൻ്റെ കൂടെ എന്തിനും ഉണ്ട്, എല്ലാ കാര്യത്തിനും ഉണ്ട്. ഞാൻ ഒറ്റപ്പെട്ടെന്നൊരു തോന്നൽ വരരുത് എന്ന് പറഞ്ഞ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. ഇന്ന് വരെയും ഉണ്ട്. ഇൻഷാ അല്ലാഹ് മരിക്കുന്നവരെ ഈ കൊച്ചെൻ്റെ കൂടെ തന്നെ കാണുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോഴാണ് ക്രിയാറ്റിൻ്റെ അളവ് ഇങ്ങനെ കൂടി. ഷുഗറോ BP അങ്ങനെ ഒന്നും ഇല്ല. പക്ഷേ ക്രിയാറ്റിൻ്റെ അളവ് കൂടി. ഒരു 10 വരെയൊക്കെ ഞാൻ പിടിച്ചു നിന്ന്. 16 ആയപ്പോൾ പിന്നെ ഇത് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് 1 മാസം വരെ 2 എണ്ണം വരുന്നു. അത് കഴിഞ്ഞപ്പം പിന്നെ ആഴ്ചയിൽ 3 ആക്കി. ഇപ്പോൾ 1.5 വർഷം കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഡയാലിസിസ് ചെയ്യാണ്. അപ്പോൾ ഞാൻ കാണാൻ പോണ ഡോക്ടർ തന്നെ പറഞ്ഞ് നമുക്ക് മാറ്റി വയ്ക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കാം. ഇത്ര പ്രായത്തിലെ ഇതാവണം എന്തേറിഞ്ഞു ഒറ്റപ്പെട്ടു എന്നൊരു തോന്നൽ വരണ്ട, നമുക്ക് ഇവിടെ തരാം. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ നമുക്ക് ആരും തരാനില്ല. ഉള്ളവരൊക്കെ എനിക്കുള്ള കൂടപ്പിറപ്പുകളൊക്കെ പ്രായം ചെന്ന ആൾക്കാർ, ഷുഗറൊക്കെ പിടിച്ച ആൾക്കാരാണ്, അവരെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ സാറ് തന്നെ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യും, ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ട് പോയി ആരെങ്കിലും നല്ല മനസ്സുള്ള ആൾക്കാരത് വരണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അതിപ്പോൾ ഏകദേശം ഒരു 8-9 മാസത്തോളമായി. ഇതിൻ്റെ ഇടയിൽ ഒരിക്കൽ വിളിച്ചപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. അവർ പറഞ്ഞ് എപ്പോഴും നമ്മളെ അക്കൗണ്ടിൽ ടെസ്റ്റിന് മാത്രം ഒരു 3 ലക്ഷം രൂപ ഇട്ടേക്കണമെന്ന് പറഞ്ഞു. 3 ലക്ഷം പോയിട്ട് 3 പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അവരെ വിളിച്ചപ്പോൾ അങ്ങോട്ട് പോയില്ല. ക്യാമറ ഞാൻ ഈ കയ്യിലോട്ടൊന്ന് വിളിച്ച് ഈ വിടാത്ത കൈയാണ് നജ്മ എന്ന് പറയുന്ന ഈ കൂട്ടുകാരിയുടെ, ഈ പിടിച്ചിരിക്കുന്ന കൈയാണ് റംല എന്ന് പറയുന്ന ഈ സഹോദരിയുടെ അവൾ പ്രതീക്ഷ. ബന്ധുക്കളൊക്കെ ഉണ്ടെന്നാലും എല്ലാം ഇറങ്ങി നടക്കാനൊക്കെ ഉള്ള പാടുന്നത്. വയസ്സായ ആൾക്കാർ, രോഗികളൊക്കെ ഉണ്ട്. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനും കൂടെ സഹായിക്കും. ഈ സൗഹൃദത്തിൻ്റെ കഥയും കൂടിയാണ് ഈ വഴി വരുന്നത്. ഡയാലിസിസാണ്, ചെയ്തേ പറ്റുള്ളൂ. ഓപ്പറേഷനാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അവർ ഒരു ഡോണറെ കണ്ടെത്തി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു വൃക്കയല്ലേ, ഒരു വൃക്ക. അതിന് വേണ്ടിയിട്ടുള്ള, അതിന് മുന്നോടിയായിട്ടുള്ള തയ്യാറെടുപ്പുകൾക്ക്, ടെസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് എപ്പോഴായിരുന്നാലും അവരുടെ കയ്യിൽ നിന്ന് കുറച്ച് സംഖ്യ അവരുടെ കയ്യിൽ വേണം. ഒന്നുമില്ല, വെളിയിൽ നിന്ന് കാണുന്നത് നമുക്കറിയാം. എൻ്റെ പല വീഡിയോസും കാണുമ്പോഴത്തേക്കും ഞാൻ പറയാറുണ്ട്, ഈ പുറമേ കാണുന്നത് പോലെയൊന്നും അല്ല യഥാർത്ഥത്തിൽ മനുഷ്യരെന്ന് പറയുന്നത്. നിങ്ങളുടെ ഒരാളായിട്ടാണ് ഞാൻ ഈ വീഡിയോയുടെ മുമ്പിൽ നിൽക്കുന്നത്. സുനിയണ്ണെ വിളിച്ചുകൊണ്ട് വന്നത് തന്നെ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ്. കാര്യം അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങളിലൊക്കെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ജനപ്രതിനിധി എന്ന രീതിയിൽ, ഇവിടുത്തെ ജനപ്രതിനിധി അല്ല എങ്കിലും ഇത്തരം കാര്യങ്ങളിലെല്ലാം ഞങ്ങളുടെ ഒക്കെ കാര്യങ്ങളിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രിയപ്പെട്ട സുനിയണ്ണുണ്ട്. ഇവിടെ വന്ന് ഇവിടുത്തെ അവസ്ഥകൾ ബോധ്യപ്പെട്ടപ്പോഴാണ് പൂർണ്ണം എനിക്ക് ബോധ്യമായത്. കാര്യം ആരോരും സഹായത്തിനില്ലാതെ ഒരു കുടുംബം, റംല ബേബി ഈ പ്രായത്തിൽ തന്നെ ഇങ്ങനെ ഒരു അസുഖം വരികയും
ആ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്കാണ്. അപ്പോൾ നമ്മളാൽ കഴിയുന്ന എല്ലാ സഹായവും ഈ വീഡിയോ കാണുന്ന എല്ലാവരും അതിൽ സഹായം ചെയ്യണമെന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. ഇവർക്ക് അടിയന്തരമായിട്ട് 3 ലക്ഷം രൂപ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും, ഫോളോ ചെയ്യുന്ന എല്ലാവരും അതിനുവേണ്ടി സഹായിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളിപ്പോൾ തന്നെ കുറച്ച് സഹായത്തിന് വേണ്ടിയിട്ടുള്ള ചെറിയ ആൾക്കാരൊക്കെ കണ്ട ശേഷമാണ് ഞാൻ വന്നിട്ടുള്ളത്. അതൊക്കെ എത്തും. സഹായിക്കുന്നതിൻ്റെ കാര്യം പറയുന്നത് എല്ലാവരും പൈസയായിട്ട് ചിലപ്പോൾ ഇടാൻ വേണ്ടിയിട്ട് പറ്റാത്തവർക്ക് ഷെയർ ചെയ്താൽ മതി. നമ്മളെ അറിയാമല്ലോ, ഈ വീഡിയോയിലേക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ വീഡിയോയൊക്കെ ചിലപ്പോൾ എപ്പോഴാണ് നമ്മൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സുള്ളവരുടെ ഫ്രണ്ടിൽ ആ വീഡിയോ എത്തുന്നത്, ഈ കാഴ്ച എത്തുന്നതെന്നുള്ളത് അറിയാൻ തന്നെ അവരായിരിക്കും ചിലപ്പോൾ പെട്ടെന്നൊരു ക്ലിക്കിൽ ഈ റംല എന്ന് പറയുന്ന ഇത്താടെ ജീവിതം മാറ്റി മറിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ താഴെ കാണുന്ന ഗൂഗിൾ പേ നമ്പർ ഇത്താഴെ നമ്പർ തന്നെയല്ലേ കണ്ടത്. ഈ വീടിനകത്ത് എത്ര പേരുണ്ടെന്നൊന്നും നമ്മൾ ശരി, കൊച്ചു വീട്ടിനകത്ത് എന്തായിരുന്നാലും ഇവരെക്കാളും കൂടുതൽ ആൾക്കാരൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഇടയിലാണ് റംലാത്ത ഇത് ഇങ്ങനെ കഴിഞ്ഞു പോകുന്നത്. നമ്മൾ എല്ലാവർക്കും ചോദിച്ചപ്പോഴത്തേക്കും അവർക്കും പറയാനുള്ളത് ഇവരുടെ ഈ സ്നേഹത്തിൻ്റെയൊക്കെ കഥ തന്നെയാണ്. പക്ഷേ ഈ വിശാലമായിട്ടുള്ള ലോകത്ത് വളരെ പരിമിതികൾക്കിടയിലും ഇല്ലായ്മകൾക്കിടയിലും ഈ റംലാത്ത നമ്മളുടെയൊക്കെ ഇടയിൽ കുറച്ചുകൂടി നാളുകൾ കൂടെ ജീവിച്ചു പോട്ടെ. സഹായിക്കണം കേട്ടോ, പ്ലീസ് സഹായിക്കണം. നജ്മാത്താക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ ലൈഫ് മിഷനിൽ കിട്ടിയിട്ടുള്ള ഈ വീട്ടിലാണ് ആ കൂട്ടുകാരിയെയും കൂടെ നോക്കുന്നത്. എന്തൊരു നല്ല മനസ്സല്ലേ. ഒരു ദിവസം കൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ കൂട്ടുകാരാണെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ വേണം അല്ലേ. ഇത്രയും ബുദ്ധിമുട്ടുകൾക്കിടയിലും ആ കൂട്ടുകാരിയെ ചേർത്ത് പിടിച്ച് അവരെ ഒരു വിഷമം അറിയിക്കാതെ അവരെ കണ്ണ് നിറയിക്കാതെ നോക്കണ ആ നജ്മാത്തായ കൂടിയാണ് ഇവിടുത്തെ താരം എന്ന് പറയുന്നത്. റംലാത്താക്ക് ഒരു പ്രതീക്ഷയായിട്ടുള്ളത് ഇനി നിങ്ങളാണ്. ഈ വീഡിയോ കാണുന്ന നിങ്ങളാണ്. റംലാത്തയുടെ താഴെ ഗൂഗിൾ പേ നമ്പറുണ്ട്. ചെറിയ ചെറിയ സംഖ്യകളെല്ലാം കൂടെ ചേർത്താൽ ഇത്താക്ക് ഈ പറഞ്ഞ ആ സംഖ്യ നമുക്ക് ഒപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലേ. പിന്നെ വലുതായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നവർ അങ്ങനെ. ഇതൊന്നുമല്ല, ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം പറ്റുന്നവരുണ്ടാണെങ്കിൽ അത് ഷെയർ ചെയ്തിട്ടെങ്കിലും സഹായിച്ചേ പറ്റൂ. ഞാൻ എപ്പോഴും പറയുന്ന കണക്ക് ദൈവത്തെ ഓർത്ത് പടച്ചോനെ ഓർത്ത് സഹായിക്കണം. സഹായിച്ചേ പറ്റൂ. പുറമേ കാണണക്കല്ല, വെറും ഫ്രെയിമേ ഉള്ളൂ. 10 മക്കളിൽ ഒരാളായിട്ട് ജനിച്ച് ഒറ്റപ്പെട്ടു പോയ, ഭർത്താവായിട്ട് ഉപേക്ഷിക്കപ്പെട്ടു പോയിട്ടുള്ള ഈ റംലാത്താക്ക് ഈ കൂട്ടുകാരി ഇനി നമ്മളുമേ ഉള്ളൂ. ഈ വീഡിയോ കാണുന്നേ ഉള്ളൂ. താഴെ കാണുന്ന ഗൂഗിൾ പേ നമ്പർ ചെറുതെങ്കിലും ചെറുതായിട്ടുള്ളത്, വലുതായിട്ട് പറ്റുന്നുള്ളവർക്ക് വലുതായിട്ട് പറ്റുന്നുള്ളത്, ഇതൊന്നും പറ്റുന്നുള്ളത് ഷെയർ ചെയ്ത് എത്തിക്കേണ്ടവരെ എത്തിക്കെങ്കിൽ ഈ വീഡിയോ ചെയ്യണം. ദയവായിട്ട് സഹായിക്കണം. ഇനി വരാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മളെ ബലിപെരുന്നാൾ ഒക്കെ വരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒലിഹായും ഒക്കെ ചെയ്യുന്ന ഒത്തിരി പേരുണ്ടല്ലോ. അവരുടെ ഒക്കെ അതൊക്കെ ചെയ്യുന്നവർക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു സൽക്കർമ്മം എന്ന രീതിയിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട റംലാത്തായും കൂടെ പരിഗണിക്കണം എന്നാണ് പറയാൻ വേണ്ടിയിട്ടുള്ളത്. പ്ലീസ്, നന്ദി, നമസ്കാരം.